തിരുവനന്തപുരം പോത്തൻകോട് ഞാണ്ടൂർക്കോണത്ത് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ദമ്പതികൾ മരിച്ചു. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. അരുവിക്കര സ്വദേശികളായ ദിലീപ്, ഭാര്യ നീതു എന്നിവരാണ് മരിച്ചത്. പോത്തൻകോട് നിന്ന് അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ രാത്രി 8:45 തിരുവനന്തപുരം പോത്തൻകോട് ഞാണ്ടൂർ കോണത്ത് ഇങ്ങനെ ഒരു ദാരുണമായ അപകടം സംഭവിച്ചതും ഈ കാണുന്ന ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ഈ ഇരുചക്ര വാഹനവും യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ഒരു ഡ്യൂക്ക് വാഹനവും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. ഇതിൽ ദമ്പതികളായിട്ടുള്ള അരുവിക്കരക്കോണം സ്വദേശികളായ ദിലീപ്, ഭാര്യ നീതു എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഇതിൽ ഈ ദമ്പതികൾ ഈ ചെമ്പഴന്തി ഭാഗത്തേക്ക് പോവുകയായിരുന്നു. എതിർ ദിശയിലേക്ക് വരികയായിരുന്നു ഈ യുവാക്കൾ. അമിത വേഗതയിലായിരുന്നു. നിയന്ത്രണം തെറ്റിയ ബൈക്ക് ഈ സ്കൂട്ടറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ പുറകിലിരുന്ന നീതു തെറിച്ച് ഈ മതിലിന് അകത്തേക്ക് ഇവിടെ ഈ വീടിന്റെ ഭിത്തിയിൽ ഇടിച്ചാണ് മരണപ്പെട്ടത്. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് നീതു മരണപ്പെട്ടത്. ഈ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന യുവാക്കളും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ചില നാട്ടുകാരുണ്ട്. ചേട്ടാ, ഈ സമയത്ത് ഇവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപകടം നടന്ന സമയത്ത്? ഇവിടെ ആരുമില്ലായിരുന്നു, എല്ലാം റോഡിൽ വീടുകളിലായിരുന്നു. രാത്രിയൊക്കെ പിന്നെ ഇവിടെ വലുതായിട്ട് ആൾ ഇറങ്ങൂല. അങ്ങനെ ഇടിച്ച് ഈ സ്ത്രീ മതിലിന് പുറത്ത് അപ്പുറത്ത് കിടക്കുമായിരുന്നു. അപ്പുറത്ത് കിടക്കും, ആരും കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും വന്ന് റോഡിലാണ് നോക്കിയത്. റോഡിൽ നോക്കിയപ്പം ഇവിടെ കിടക്കണവരെ കണ്ടുള്ളൂ. പിന്നെ ആരെ നോക്കിയപ്പോഴാണ് ഇവിടെ ഒരാൾ കിടക്കണതായിട്ട് തോന്നി. ആ സമയത്ത് ജീവനുണ്ടായിരുന്നു? അപ്പോൾ ജീവനുണ്ടായിരുന്നു. കൊണ്ടുപോയപ്പോഴാണ് മരിച്ചത്. ഈ വീടിന്റെ ആ ഭിത്തിയിൽ തന്നെ നമുക്ക് ആ രക്തപ്പാടുകൾ കാണാൻ സാധിക്കുമെന്ന്. അത്രയും വലിയ അപകടമായിരുന്നു, ആഘാതമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ രണ്ടുപേർ മരിച്ചത്. അരുവിക്കരക്കോണം സ്വദേശികളായ ദിലീപ്, ഭാര്യ നീതു എന്നിവരാണ് മരിച്ചത്. ഈ ഡ്യൂക്ക് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന യുവാക്കൾ അത് പോത്തൻകോട് പ്ലാമൂട് സ്വദേശിയായ സച്ചു, കട്ടായിക്കുണം സ്വദേശിയായ അമ്പൂറ്റി എന്നിവരാണ്. ഇവർ രണ്ടുപേരും ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും ഇങ്ങനെ ഉണ്ടായ ഒരു അപകടത്തിന്റെ ഞെട്ടലിലാണ് ഇവിടുത്തെ നാട്ടുകാരും ഉള്ളത്. ഞാണ്ടൂർ കോണത്തിൽ നിന്നും VS മനീഷിനൊപ്പം അജീഷ് ജയകുമാർ, 24.